ഇസ്രായേലിലെ കുന്നിൻ ചെരുവുകളിൽ ഷിംഷോൻ എന്നു പേരായ ഒരു യുവാവുണ്ടായിരുന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. ജനനം മുതൽ നാസീർ വ്രതക്കാരനായിരുന്ന അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞിരുന്നു. ഒരു ദിവസം അവൻ തൻ്റെ മാതാപിതാക്കളോടൊപ്പം തിമ്നായിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ ഷിംഷോൻ്റെ അമ്മ അവൻ്റെ കവിളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, നിന്റെ ഉള്ളിൽ ദൈവം നൽകിയ ശക്തിയുണ്ട്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും തന്നെ നീ ചെയ്യരുത്. വഴിയോരത്തെ മുന്തിരിത്തോപ്പുകളിൽ സൂര്യരശ്മി പതിച്ച മുന്തിരിക്കുലകൾ കാണാൻ രത്നങ്ങൾ പോലെ തോന്നി. കൗതുകത്തോടെ ഷിംഷോൻ മുന്തിരിവള്ളികൾക്കിടയിലൂടെ ഓടി. ഒരു നിഗൂഢ പാത, മുന്തിരിയിലകളുടെ മർമ്മരം ഒരു രഹസ്യം പറയുന്നത് പോലെ അവന് തോന്നി. പെട്ടെന്ന് ചീവീടുകളുടെ സംഗീതം നിലച്ചു. കാറ്റ് ശ്വാസമടക്കി പിടിച്ചു. വായുവിൽ ഏതോ വന്യമൃഗത്തിൻ്റെ ഗന്ധം നിറഞ്ഞു. ഒരു ഗർജനം. അത് വെറുമൊരു ഗർജനമായിരുന്നില്ല. മലകളെ വിറപ്പിക്കുന്ന, ആകാശത്തെ കീറിമുറിക്കുന്ന ഒരു ഭീകരനാദമായിരുന്നു അത്. അവൻ പേടിയോടെ ചുറ്റും നോക്കി. തീക്കനൽ പോലുള്ള കണ്ണുകളും കൊടുങ്കാറ്റുപോലിളകുന്ന സ്വർണ്ണ സകകളോടെ ബലിഷ്ഠമായ പേശികളുമായി ഒരു പർവ്വതം പോലെ സിംഹം അവൻ്റെ നേരെ എടുത്തുചാടി. സിംഹം അതിൻ്റെ കൂറ്റൻ മുൻകാലുകൾ മണ്ണിലമർത്തി ഒരു വില്ലുപോലെ ശരീരം വളച്ച് മരണത്തിൻ്റെ അസ്ത്രമായി അവൻ്റെ നേർക്ക് കുതിച്ചു. ആദ്യം അവൻ ഭയന്നുപോയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ശിരകളിലൂടെ പാഞ്ഞുകയറി. ഭയം എവിടെയോ പോയി മറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ മനുഷ്യൻ്റെ പരിഭ്രമത്തിനു പകരം ദൈവത്തിൻ്റെ അചഞ്ചലമായ ശക്തി അവനിൽ നിറഞ്ഞു. സിംഹം അവൻ്റെ മേൽ ചാടി വീണപ്പോൾ ഷിംഷോൻ ഒഴിഞ്ഞുമാറിയില്ല. അവനൊരു പാറ പോലെ ഉറച്ചു നിന്നു. ഒരു ആയുധവും കൂടാതെ വെറും കൈകൾ കൊണ്ട് അവൻ സിംഹത്തിൻ്റെ ഗർജിക്കുന്ന താടിയെല്ലുകളിൽ പിടികൂടി. രണ്ട് പ്രപഞ്ചശക്തികൾ തമ്മിലുള്ള കൂട്ടിയിടിയായിരുന്നു അത്. ഒരു ഞൊടിയിടയിൽ അമാനുഷികമായൊരു കരുത്തോടെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ രണ്ടായി വലിച്ചു കയറി. ആ പരിസരമാകെ വിറപ്പിച്ച ഗർജനം ഒരു നേർത്ത ഞരക്കമായി ഒടുങ്ങി. കാടിൻ്റെ രാജാവ് അവൻ്റെ കാൽ കീഴിൽ നിശ്ചലനായി. ചുറ്റും ഭയാനകമായ നിശബ്ദത മാത്രം ബാക്കിയായി. ഈ ശക്തി കൈകളിലെ പേശികളിലല്ല, മറിച്ച് അവനെ സ്നേഹിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു.